എന്താപ്പയ്ക്ക് പറ്റിയത് ഒരു എത്തും പിടിയും കിട്ടിയിട്ടില്ല കേട്ടോ. കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലേ. ഷോർട്ട് വീഡിയോ അപ്പോഴും ഇപ്പോഴും ഇങ്ങനെ ഇടുക എന്നല്ലാതെ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, നമ്മളെ കൊലയൊക്കെ വെട്ടൽ തുടങ്ങിയിട്ട്, നമ്മളെ വാഴയത്തെ കൊലയൊക്കെ വെട്ടൽ തുടങ്ങിയിട്ട്. ഇതാണ് ഫസ്റ്റ് കൊല കേട്ടോ. നല്ല പഴുത്ത് അടിപൊളിയായിട്ടാണ് വെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പം തുടങ്ങിയാലോ. ഇന്ന് സമയം 1 മണിക്ക് ഒരു 3-4-5 മിനിറ്റും കൂടി ബാക്കിയുണ്ട്. അപ്പം ഞാൻ ചോറ് വെക്കാൻ പോട്ടെ കേട്ടോ. ചോറ് വെച്ചിട്ടില്ല. ഇന്നൊരു കുടിയിരിക്കലുണ്ടായിരുന്നു. അപ്പോൾ ആരൊക്കെ പോവും ആരൊക്കെ പോകില്ല എന്നുള്ളൊരു കണക്ക് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അപ്പം 2 ആൾ പോയി, 3 ആളിവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾക്കില്ലത് വെക്കട്ടെ. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചല്ല. അപ്പം ഇന്ന് വെറൈറ്റി ആയിട്ടൊന്ന് പിടിക്കാമെന്ന് വിചാരിച്ചു. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമ്മളൊന്നും കാണിച്ചു തരുന്നില്ല. അപ്പം ഇന്ന് നമുക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ശരിയാകും ഈ കാലം. ഏതായാലും നമ്മൾ ഉണ്ടാക്കാൻ നോക്കട്ടോ. അപ്പം ജംഗമ വസ്തുക്കളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഇതാക്കണേ കല്യാണത്തിന്, കളവാണത്തിന്, നിശ്ചയത്തിന്, അതേമാതിരി വീട്ടിൽ കൂടലിനൊക്കെ പറഞ്ഞായിരിക്കും അങ്ങനെയാണ് പോയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും അങ്ങോട്ട് പോകണില്ല കേട്ടോ. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണമല്ലോ. അപ്പം ഞാൻ ഇതാക്കണത് നല്ലൊരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ച്. അറിയൊന്നുമില്ല, എന്നാലും ഇപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കേണ്ടത്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ പോകട്ടെ കേട്ടോ. ആദ്യം അടുപ്പിലെ വെണ്ണീരൊക്കെ ഒന്ന് വാരിയെടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ല, നമ്മളെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത എല്ലാ ബെൽ ബട്ടൺ നോക്കിയിട്ട് ഓളത് ഓപ്ഷനും കൂടി കൊടുക്കണം. അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ ലൈക്ക് അടിക്കുക, ഷെയർ ആക്കുക, കമൻ്റ് ആക്കുക, ഹൈപ്പ് അടിക്കുക, അങ്ങനെയൊക്കെയാണ് പറയാനുള്ളത്. അപ്പം അങ്ങനെ ആ ഒരു പരിപാടിയാണ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ പിടിപ്പിക്കാൻ കേട്ടോ. തീ പിടിപ്പിക്കാനൊരു പരിപാടിയാണ്. മടിയാണ് കേട്ടോ, നല്ല മടിയാണ്. തീ പിടിപ്പിക്കാനല്ല, വീഡിയോ ഇടാനായിട്ട് നല്ല മടിയുണ്ട്. എന്തോ ഭയങ്കര മടിയാണ്. നമ്മളെ ഒരു തൊഴിൽ പകരം നിന്ന് പോകുമോ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു ഞാൻ. ഇനിയിപ്പോൾ അങ്ങനെ നിന്നാൽ ശരിയാകില്ല. ദിവസം വീഡിയോ ഇടാൻ നോക്കണം. പിന്നെ നമുക്ക് ഇതാക്കണ നേരമല്ലല്ലോ. സമയമാണെങ്കിൽ രാവിലെ നേരം വെളുത്താൽ പിന്നെ നമുക്ക് സമയം തന്നെ ഇല്ല. ഭയങ്കര പണികളാണുള്ളത്. അപ്പം പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വിചാരിക്കും, എന്താ അപ്പോൾ അവൾക്ക് ഇതിന് മാത്രം മലമറക്കുന്ന പണി ഇവിടെയാണ്. അപ്പം നിങ്ങൾ കണ്ടോളിട്ട്, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കണ്ടോളി നമ്മളെ പണികളൊക്കെ എന്തോന്നുള്ളതൊക്കെ. ഇതൊക്കെ തന്നെയാണ് നമ്മളെ വീഡിയോ ആയിട്ട് ഇടുന്നത്. നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ പതിപ്പിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രൈഡ് റൈസ് വെക്കുന്ന പരിപാടിയാണ് കേട്ടോ. ചെമ്പിൽ വെള്ളം വെച്ചിട്ട് തിളച്ച് വന്നപ്പം അരി ഇട്ടിട്ടുണ്ട്. അതും ബസ്മതി അരി. എപ്പോഴെങ്കിലൊക്കെയാണ് നമ്മൾ വാങ്ങൽ. മന്തിയൊക്കെ വാങ്ങുമ്പോൾ ആ അരിയാണല്ലോ ബസ്മതി. അപ്പോൾ അത് ഇതാക്കണ വേവിച്ചിട്ടുണ്ട്. ഉപ്പും ഇത്തിരി നെയ്യും അതേപോലെ പട്ട, ഗ്രാമ്പു, ഏലക്കായ അങ്ങനത്തെ ഒക്കെ ഇട്ട് ഉപ്പിട്ടാണ്ട് നന്നായിട്ടല്ല, ഒരു 90% നമ്മൾ വേവിച്ചാട് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫ്രൈഡ് റൈസ് ആക്കണമെങ്കിൽ ഇതൊക്കെ പടവാണല്ലോ. അപ്പം ഇനി ഇതാ ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കോളിഫ്ലവർ അല്ല, കാബേജ് ഉണ്ട്. പിന്നെ ഉള്ളി ഉണ്ട്. പിന്നെ നമുക്ക് ബീൻസിനും കൂടി ഉണ്ട് കേട്ടോ. ഒക്കെ പാടെ ഞാൻ അരിഞ്ഞ് സെറ്റാക്കിയാണ് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ വെക്കുന്നത്. 2ാമത് 3ാമത് 4ാമതൊക്കെ പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ്, ഇങ്ങനെയല്ല എന്നൊക്കെയറിയാം. അപ്പോൾ എങ്ങനെ ഇതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടാൻ കൂടി മറക്കണ്ട. അപ്പോൾ ഞാൻ എങ്ങനെ വെച്ചിരിക്കണമെന്ന് ചോദിച്ചാൽ സൺഫ്ലവർ ഒഴിച്ചിട്ടുണ്ട്. ഹൈക്ക് ഇതാക്കണം കാബേജ്, ബീൻസ്, ക്യാരറ്റ് ഒക്കെ പാടിട്ടിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ കേട്ടോ. ഒന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത്തിരി കടലയും കാര്യങ്ങളൊക്കെ ഇടണേന്നില്ലേ. അപ്പോൾ അതിൻ്റെ കയ്യിൽ സത്യത്തിൽ എൻ്റെ കയ്യിലില്ല. ബീൻസ് കടല, മറ്റേ കടല ഉണ്ടല്ലോ, ഇപ്പോൾ ഗ്രീൻ പീസ് കടല, അത് എൻ്റെ കയ്യിലില്ല കേട്ടോ. ഇനിയിപ്പോൾ അത് കയ്യിൽ ഇല്ലായിട്ടല്ല, ഇനിയിപ്പോൾ അത് ഇടുമോ എന്നുള്ളൊരു സംശയം ഉണ്ട്. ഇത് പിന്നെ യൂട്യൂബിലൊക്കെ തപ്പി ഇതിപ്പോൾ അടിച്ചിങ്ങനെ നോക്കിയപ്പം ഇത് മാത്രമേ ഇട്ടുന്നത്. എന്നപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. മുട്ടയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. മുട്ട ഒഴിച്ചാൽ ചിലപ്പം അത് നന്നായിട്ടില്ലെങ്കിലോ, പിന്നെ അത് നമുക്ക് വെറുതെ തിന്നാനും കൂടി ഇല്ലാതാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മുട്ടയൊന്നും ചേർക്കണില്ല. മുട്ടയും ഇറച്ചി ഇങ്ങനെ ചിക്കി പൊരിച്ച് ഇത് എടുക്കുമല്ലോ, അതൊന്നും ഞാൻ ചേർക്കണില്ല. മുട്ടയും ചിക്കി പൊരിച്ച് ചേർക്കണില്ല. വെറും വെജിറ്റബിൾ മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അളക്കാനായിട്ട് ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഓളിപ്പോൾ വെറുതെ അളക്കാനായിട്ട് വന്നതല്ല, ഈ സോസുകൾ ഒഴിക്കാനായിട്ട് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് വന്നതാണ് കേട്ടോ. അവളെ കയ്യിൽ ഇതാ തക്കാളി സോസ് ഉണ്ട്. അതേപോലെ തന്നെ ഇത്തിരി അയലൊക്കത്തു നിന്ന് നമ്മൾ സോയാ സോസും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോയാ സോസ് നമ്മൾ വാങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, വേറെ ഒന്നും നമ്മൾ ഉണ്ടാക്കുകയൊന്നുമില്ല. നമ്മളെ അടുക്കളയിൽ എപ്പോഴും മീൻ കറിയും ചിക്കൻ കറിയും അതേപോലെ തന്നെ താളിപ്പൊക്കെ തന്നെയല്ലേ ഉണ്ടാവുക. പിന്നെ സോയാ സോസിൻ്റെ പരിപാടികളൊന്നും നമ്മൾ കൂടുതൽ എടുക്കണമില്ല. അപ്പോൾ അത് വാങ്ങണ്ടെന്ന് വിചാരിച്ച അയലൊക്കത്ത് ചോദിച്ചപ്പോൾ സംഭവത്തിൽ ഒരാടി കുറച്ചുള്ളേന്ന്. അപ്പോൾ അതൊക്കെ വാങ്ങിപ്പോന്നു. പിന്നെ ഇത്തിരി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്തിരി ഉപ്പും കൂടി ചേർക്കണം. നമ്മൾ ചോറിൽ ഏതായാലും ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഇത്തിരി ഉപ്പ് ഇതിലും ഈ ഒരു വെജിറ്റബിളിലും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് നല്ല ഉഷാറായിട്ട് ചോറ് ഇതിൻ്റെ മേലെ തട്ടി കൊടുത്താൽ ഇത് തന്നെയാണ് എൻ്റെ ഫ്രൈഡ് റൈസ്. ഇങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്.
പിന്നെ ഹോട്ടലിലത്തെ അതേപോലെ തന്നെ ഉണ്ടാക്കണം അല്ലെങ്കിൽ അതേപോലെ തന്നെ തിന്നണം എന്ന് പറഞ്ഞാൽ പിന്നെ നടക്കൂലല്ലോ, നടക്കുന്ന കേസല്ല. കാരണം അത്രത്തോളം നമ്മൾ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാൻ കഴിയൂല, നമുക്കറിയാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കുറേ ഇങ്ങനെ ഉണ്ടാക്കി പിന്നെ അതാണ് പഠിയുമല്ലോ. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്, ഒറ്റയടിക്ക് തന്നെ നമ്മളതൊന്നും പഠിയൂല. അങ്ങനെ പുകയാണല്ലോ. ഒരു ദിവസം ഉണ്ടാക്കി 2 ദിവസം ഉണ്ടാക്കി അല്ലെങ്കിൽ 3 ദിവസം 4 ദിവസമൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് അതൊന്ന് പടിഞ്ഞ് കിട്ടുക. അപ്പം പടിഞ്ഞ് കിട്ടണ വരെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെ ഫ്രൈഡ് റൈസ്. അപ്പോൾ സംഭവം സിമ്പിളാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കുറേ കാര്യങ്ങളും സംഭവങ്ങളൊന്നും വേണ്ട, എണ്ണയും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് വേണ്ട. പക്ഷേ തിന്നാനും രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഫ്രൈഡ് റൈസ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഒന്ന് തട്ടിപ്പൊത്തി അങ്ങോട്ട് വെച്ചാറുണ്ടല്ലോ, അതും അങ്ങോട്ട് റെഡിയായി. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടില്ലേന്ന് കേട്ടോ. നെയ്ച്ചോറ്, ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ ഇതൊന്നും ഞാൻ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല. മന്തി വരെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. മന്തി ഹോട്ടലിൽ വാങ്ങണ ആ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിലും ഏകദേശം അതിൻ്റെ അടുത്ത് കൂടെ അങ്ങോട്ട് ചിതറി പോയിട്ടുണ്ടായിരുന്നു. അപ്പം മന്തി വെച്ച ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ആദ്യം. അപ്പം അങ്ങനെ നമ്മളെ ഫ്രൈഡ് റൈസ് ആയ സ്ഥിതിക്ക് ഇനി ചില്ലി ചിക്കൻ വെക്കാം കേട്ടോ. ഇതിലേറെ എളുപ്പമാണെന്ന് കേട്ടോ. ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ ഇതൊക്കെ രണ്ടും നല്ല എളുപ്പത്തിലാണ് ഉണ്ടാക്കിയത്. അപ്പം അങ്ങനെ നമ്മൾ സൺഫ്ലവറിൽ ഇതാക്കണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇട്ടിട്ട് അതാ നമ്മളെ സവാളയും കൂടി വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കേട്ടോ. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക, ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ചെറുമട്ടത്തിലൊന്ന് വഴറ്റി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ക്യാപ്സിക്കം ഉണ്ട് കേട്ടോ. ക്യാപ്സിക്കൊക്കെ ഞാൻ ആദ്യമായിട്ട് വാങ്ങുകയാണ്. ഒന്നിനും വാങ്ങലുമില്ല, വെക്കലുമില്ല, എടുക്കലുമില്ല. എവിടുന്നേലും ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കാണുമെന്നല്ലാതെ പച്ചക്കറി കടയിൽ കാണലുണ്ട്. നമുക്ക് അതിൻ്റെ വല്ലാതെ ഉപയോഗങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഞാനത് വാങ്ങലില്ല. അപ്പോൾ ഞാൻ ഏതായാലും 2 വാങ്ങിയിട്ട് ഇതിൽ ഒന്ന് ഇതാകണം ആ ഒരു ചതുര കഷ്ണത്തിലാക്കിയാണ്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടി ഒന്ന് കഴുകിയാണ്ടൊക്കെ അരിഞ്ഞ് നമ്മളെ കറിക്ക് ഇട്ട് കൊടുക്കണ്ട്. ഒന്നുകൂടി വാടി വരണമെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ഒന്ന് വാടാൻ വേണ്ടി ഇത്തിരി നേരം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്ന് വാടി വരട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ വാടി ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ബാക്കിയുള്ള പരിപാടികൾ ചേർക്കാനുള്ളതാണ്. ബാക്കിയുള്ള പരിപാടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തക്കാളി സോസ് ഞാനൊരു കുപ്പി വാങ്ങിയിട്ടുണ്ട്. അത് പിന്നെ എപ്പോഴേലും ചായക്കടിയൊക്കെ വാങ്ങുമ്പം നമുക്ക് അത് കൂടി മുക്കി തിന്നാലോ എന്നില്ല, ആ ഒരു ഉപയോഗം മാത്രമേ ഇതിനുകൊണ്ട് അറിയുള്ളൂ. അപ്പോൾ ആ തക്കാളി സോസ് ഒഴിക്കാനായിട്ട് ആളെ നിർത്തിയിട്ടുണ്ടല്ലോ, അവിടെ ആളെ നിർത്തിയതുകൊണ്ട് അതവിടെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ സോയാ സോസും കൂടി ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മസാല പരുവാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഉള്ളിയും പിന്നെ നമ്മളെ ക്യാപ്സിക്കത്തിൻ്റെ മുളകൊക്കെ ഒരു മസാല പരുവാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ അവിടെ വേവിക്കാനല്ല പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് പിന്നെ പെപ്പർ പൊടിയും അതേപോലെ മല്ലി, മുളക്, ഉപ്പ് അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണിത് ഇനി തട്ടി കൊടുക്കണത്. അപ്പം ഇങ്ങനെയാണ് ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അറിയില്ല കേട്ടോ, ഇങ്ങനെയാണോന്നും അറിയില്ല. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഇത് തിന്നിട്ടില്ല, ഒരു രുചിയും കൂടി എൻ്റെ നാവിലില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് തിന്നണത്. പേര് കേട്ടുകണെന്നല്ലാതെ ഇതുവരെ ഞാനൊരു തിന്ന് നോക്കിയിട്ടില്ല. ഇതിങ്ങനെയൊക്കെ തന്നെ ഇക്കാരെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്തിരി എരിയും കാര്യങ്ങളും കുരുമുളക് ഇട്ടുകൊണ്ട് തന്നെ ഇത്തിരി എരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത്തിരി ചാറിനൊരു കമ്പി ഉണ്ട്. അപ്പോൾ എനിക്ക് എല്ലാത്തിനും ചാറ് വേണം കേട്ടോ, കറിയായിട്ട് വേണം. അപ്പോൾ ഞാൻ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചാറ് വാക്കിലാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാക്കണം. ഇതാണ് ഞങ്ങളെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. പിന്നെ ചോറൊക്കെ ഇതാക്കണത് സമയം തെറ്റിയിട്ടൊക്കെയാണ് തിന്നിട്ടുള്ളത്. ഞങ്ങൾ രണ്ടാളും തന്നെ ഉള്ളൂ, ഞാനും ഉണ്ണിമോളും മാത്രമേ ഉള്ളൂ. അങ്ങനെ ചോറൊക്കെ തിന്ന് പിന്നെ ഞാനോളോട് പിന്നെ അവിടെ ഒരു കടത്തം കടന്നു കേട്ടോ. അപ്പോഴത്തേന് എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു, കുടിയിരിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കടന്ന് ഇങ്ങനെ പറയുമായിരുന്നു, ഇനി മേലാൽ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഉണ്ടാക്കാൻ പറയല്ലേ, എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. ബിരിയാണി നെയ്ച്ചോറൊക്കെ ആണെങ്കിൽ നല്ല ഉഷാറായിട്ട് തിന്നാലോ. അപ്പോൾ അങ്ങനെ അതങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പോത്തിനെ കൊണ്ടുപോലും അങ്ങനത്തെ പരിപാടികളായിരുന്നു. പിന്നെ എന്താ ഫോൺ കൊണ്ടുപോയാണ്ട് ഇതാക്കണ് ഭയങ്കര വീഡിയോ പിടുത്താണ് കേട്ടോ. ഇപ്പോൾ ഒക്കെ ഒരു ടീനേജ് പ്രായത്തിലായതുകൊണ്ട് ഭയങ്കര പൗരത്തി ആയിട്ടുണ്ട് ഇവൾ. അപ്പം പിന്നെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു.